പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാനിതാ ഒരുങ്ങി റെഡി ആക്കണം ഇങ്ങനെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ എങ്ങോട്ട് വെച്ചാൽ എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിലൊന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ബാങ്കിലൊക്കെ പോയി പിന്നെ നമ്മളെ കാക്കുവാണെങ്കിലും ഉമ്മയാണെങ്കിലും ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. കാക്കു ഇന്നലെ പോയതാണ്. അപ്പോൾ ഇന്ന് എത്തും. 4 മണി 5 മണിയൊക്കെ ആവും എത്താൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ പോകാണ്ടേനും. ഞാൻ ബാങ്കിലൊക്കെ പോയി വന്നപ്പോഴത്തേന് ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ടാവും. അപ്പോൾ വന്നപ്പോഴാണ് കാക്കുവിൻ്റെ ഫോണ് പെട്ടെന്ന് വിളിച്ച് ഞാൻ 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തും, എനിക്ക് ചോറൊന്നും വേണ്ട, കഞ്ഞി കുറച്ച് വെക്കൊണ്ടിരുന്നു നാട് വെച്ച്. ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ രാവിലെ വെച്ചു ബാങ്കിൽ പോകാൻ വേണ്ടിയാണ്ട്. അപ്പോൾ അതൊന്നും മൂപ്പർക്ക് വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിയൊക്കെ വെക്കട്ടെ. പിന്നെ ബാങ്കിൽ പോയി വരുന്നതും പോണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത്. അങ്ങനെ ബാങ്കിലൊക്കെ പോയി നമ്മളെ സുട്ടൂന് മാഗി ഉണ്ടാക്കണം പറഞ്ഞു. മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം കാക്കുവിന് കഞ്ഞി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണ്ട, പയറുപ്പേരിയും കഞ്ഞിയൊക്കെ ഉണ്ടാക്കണ്ടേനു. അപ്പോൾ ഞാൻ അതും ഉണ്ടാക്കി വെച്ചിക്കണം. അത് ഞാൻ ചടപടേനെ ഉണ്ടാക്കിയിട്ടോ, കാരണം ഞാൻ ബാങ്കിൽ പോയി നല്ല വെയിലത്ത് വന്നപ്പോൾ കുറച്ച് സമയം അവിടെ കടന്നു കണ്ണ് ചിമ്മി കുറച്ചേരം ഉറങ്ങി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ധൃതിയിലുണ്ടാക്കി. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, പയറുപ്പേരിയും കഞ്ഞി ഉണ്ടാക്കണതൊന്നും. അങ്ങനെ അതൊക്കെ റെഡി ആയതിന് ശേഷം ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് കടലുണ്ട് അതിനോട് കുറച്ച് കൊടുന്ന് വെച്ചത്. എന്ത് കടല വെച്ചാൽ ഈ നിലക്കടലുണ്ടല്ലോ, അത് പച്ചയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറേ സൈക്കിൾ ഇങ്ങനെ കാണും ടിന്നിൽ. അപ്പോൾ അത് വെച്ചിട്ട് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കടലായ ആരും കഴിക്കൂല, അങ്ങനെ ഒരു പച്ചക്കടല കേട്ടോ. അങ്ങനെ ഇത് വറുത്തതല്ല, എന്താ അറിയില്ല, അങ്ങനത്തെ കടലുണ്ട് തോന്നുന്നു. ഇപ്പോൾ കടയിൽ വാങ്ങാൻ അമ്മ വാങ്ങി കൊടുന്നതേനും. അപ്പം ഞാൻ മക്കൾ എങ്ങനെയും കഴിച്ചോട്ടോ, എന്താ കേടുന്ന് പുകലെടുക്കുക, എന്നാലും അതിന് വേണ്ടി അത് കരുതി ഞാൻ അതൊന്ന് വറുക്കുകയാണ് ചൂടോടെ മിക്സി പൊടിക്കാൻ വേണ്ടിയിട്ട്. കൂട്ടത്തിൽ കുറച്ച് ഗോതമ്പും കുറച്ച് അരിയും കൂടെ വറുക്കണുണ്ട് കേട്ടോ. അതും കൂടെ മിക്സാക്കിയിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ശർക്കരയും നാളികേരമൊക്കെ അതും കൂട്ടണം കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നല്ലൊരു എന്താ പറയുക അവലോസുണ്ട പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മക്കൾ കഴിച്ചോളുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ എല്ലാം വറുത്തെടുത്ത് മിക്സി പൊടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്നു കഴിഞ്ഞാൽ തടിയില്ലാത്തവരൊക്കെ പെട്ടെന്ന് തടി വെക്കുമെന്ന് പറയും കേട്ടോ. പിന്നെ കടലയാണെങ്കിലും പച്ചക്ക് കഴിക്കണമൊക്കെ നല്ലതല്ല തടിയില്ലാത്തവർക്ക്. പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ആവശ്യത്തിനുള്ള തടിയാണ്ട്. അപ്പോൾ എനിക്ക് ഓവറാണ്ട വിചാരിച്ച് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഓരോ സാധനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണ് ചോദിച്ചാൽ ഇഷ്ടമായിട്ട് നല്ല ഫുള്ള് ഗ്യാസും കാര്യമൊക്കെയാണ് ഇങ്ങനത്തെ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ മക്കൾ കഴിക്കുന്ന എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല, എന്നാലും ഞാൻ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചങ്ങാണ്ട് ഉണ്ടാക്കുകയാണ്. പിന്നീട് നമ്മളെ അമ്മ ഇവിടെ അല്ല കേട്ടോ, അമ്മ നിൽക്കണീൻ്റെ ഇടയിൽ മക്കൊരു വിരുന്നോലാണ്. അപ്പം പിന്നെ ഇപ്പം ഒന്നുമില്ലല്ലോ, മക്കളൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ പോകും. അപ്പം നാത്തൂൻ്റെ മോള് റെസ്റ്റിലും കാര്യമൊക്കെയാണ്. അപ്പോൾ ഓളടുത്തേക്ക് പോയതാണ്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ വരാറുണ്ട്. അപ്പം അമ്മ ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ പൊടിക്കണം വിചാരിച്ചു. അപ്പോഴൊന്നും ഓരോ തട്ടിമുട്ടായിട്ട് പൊടിച്ചേക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ കുറേ ഷർട്ട് ഇങ്ങനെ പൊടിച്ചെടുത്ത് നാളികേരം ശർക്കരയൊക്കെ അതും ഒന്ന് മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷമാണ് എനിക്ക് ഓർമ്മ ചെയ്തിട്ടോ. വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ഭരണിയിൽ മിക്സ് ആക്കിയിട്ട് വെച്ചേക്കാണെങ്കിൽ ഒരുപാട് കാലം ദിവസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനും. ഞാൻ മറന്നുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ തിന്ന് തീർക്കും വേണം, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ ഉണ്ടാക്കി വെക്കുമ്പോൾ മക്കൾക്കൊന്നും വേണ്ട കേട്ടോ. മക്കളൊക്കെ ഒന്ന് ചെറിയൊരു കടിയടിച്ച് അവിടെ തന്നെ ഇട്ടു. അങ്ങനെ ഒരു 10-15 എണ്ണത്തിൻ്റെ അടുത്തേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയപ്പോൾ ആർക്കും വേണ്ടാറിഞ്ഞിട്ട് ആരും കഴിച്ചില്ല. അപ്പോൾ ആർക്കും വേണ്ടാറിഞ്ഞപ്പോൾ ഞാനൊന്ന് കഴിച്ചോക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കഴിക്കാൻ.